സുഹൃത്തുക്കളെ, നമ്മുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി. അതുപോലെ ഈ ക്ലാസ്സിൽ നിങ്ങളുടെ സപ്പോർട്ട് അനിവാര്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാ ടോപ്പിക് എടുത്തത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മൾ കേരള നിയമനങ്ങളാണ് എടുത്തത്. കാണാത്തവരത് കാണണം. തൊട്ട് പുറകത്തെ വീഡിയോ ആയിട്ട് അവിടെ കിടപ്പുണ്ട്. ഞാൻ ഈ വീഡിയോന്റെ അവസാനം അത് ഇടാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമ്മൾ ഇന്ന് ഒരു പുതിയ ടോപ്പിക്കാണ് എടുക്കുന്നത്. ഇത് എല്ലാ എക്സാംസിനും നമുക്ക് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇത് ദേശീയ പത്രങ്ങളും കേരളത്തിലെ പത്രങ്ങളും ആ ലെവലിൽ ചോദിക്കാറുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മൾ പത്രങ്ങളാണ് നമ്മുടെ ടോപ്പിക്ക്. ദേശീയ പത്രങ്ങളും കേരളത്തിലെ പത്രങ്ങളും എന്ന ലെവലിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് മിക്സ് ചെയ്താണ് ഇതാക്കാൻ പോകുന്നത്. നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് തന്നെ ചെയ്യാം. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 10 10 കൂടുതൽ 10 എന്നാണ് നമ്മൾ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ 10 കൂടുതൽ നമുക്ക് നോക്കാം പത്രങ്ങൾ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് നമ്മൾ സാധാരണ പറയുന്ന പോലെ നിങ്ങൾ ആദ്യമായി ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ സബ്സ്ക്രൈബ് ആണ് നമ്മുടെ ഒരു ചാനലിൽ പുതിയ പുതിയ വീഡിയോ ഇടാനുള്ള ഊർജ്ജം. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ പത്രത്തിന്റെ അകത്തേക്ക് പോവാം. ആദ്യത്തെ പത്രത്തിന്റെ പേര് നേഷൻ എന്നാണ്. നേഷന്റെ പത്രത്തിന്റെ സ്ഥാപകൻ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഈ നേഷന്റെ കാര്യം ഞാൻ എങ്ങനെ ഓർത്തു വെക്കുന്നത് വെച്ചാൽ, നേഷൻ എന്ന് പറഞ്ഞാൽ ദേശം എന്ന് ഓർത്തത്. അപ്പൊ ദേശസ്നേഹിയായ ഗോപാലൻ, അങ്ങനെയാണ് ഞാൻ ഓർത്തു വെക്കുന്നത്. എങ്ങനെയാണ്? നേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദേശം. അപ്പം ദേശസ്നേഹിയായ ഗോപാലൻ. അപ്പൊ അവിടെ കിട്ടണം, അതവിടെ കണക്ട് ചെയ്ത് വെച്ചേക്കണം. അത് നിങ്ങളുടെ ഒരു മാർക്ക് നഷ്ടപ്പെടാൻ കാരണമായിരുന്നു. ദേശസ്നേഹിയായ ഗോപാലൻ. അപ്പൊ ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഇനി അടുത്തത് രണ്ടാമത്തെ, അത് അവിടെ സെറ്റ് ആയിട്ടുണ്ട്. അടുത്ത് വന്ദേ മാതരം. ഇത് നിങ്ങൾ മറ്റേ വാണി വിശ്വനാഥ് എന്ന് പറഞ്ഞ ഒരു ആക്ട്രസ് ഇല്ലേ, ആ ആക്ട്രസ് ഒരു സിനിമയില്, എനിക്ക് തോന്നുന്നത് അത് ഹിറ്റ്ലർ ആണെന്നാണ് തോന്നുന്നത്. ഇനി വേറെ സിനിമയാണ്, നിങ്ങൾ കറക്റ്റ് ചെയ്യണം, ഓർമ്മയില്ല അത് കറക്റ്റ് ആയിട്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ഈ ഒരു പാട്ടുണ്ടല്ലോ, എന്താണ്, നന്ദലാല എന്നൊക്കെ പറഞ്ഞത്. അത് ഹിറ്റ്ലർ അല്ലെങ്കിൽ പോട്ടെ, പക്ഷെ ഈ പാട്ട് ശ്രദ്ധിക്കുക, നന്ദലാല നന്ദലാല എന്നുള്ള ഒരു പാട്ടില്ലേ. അപ്പൊ അതുപോലെ നിങ്ങൾ ഇങ്ങനെ ഓർത്ത്, ഞാൻ എങ്ങനെയാണ് ഓർക്കുന്നത്, ഒരു ചെറിയ കോഡ് പോലെ, വന്ദലാല വന്ദലാല എന്ന് ഓർത്താൽ മതി. അപ്പം വന്ദേ മാതരം ലാല ലജ്പത് റായ് കിട്ടും. വന്ദലാല എന്ന് ഓർത്താൽ മതി. അപ്പൊ വന്ദലാല എന്ന് ഓർക്കുമ്പോൾ അവിടെ കണ്ടായി വന്ദ ലാല. അപ്പൊ വന്ദേ മാതരം ലാല ലജ്പത് റായ്. അത് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മൂന്നാമത്തതാണ് ബംഗാളി. ഈ ബംഗാളിന്റെ ആരാ അതിന്റെ സ്ഥാപകൻ നമുക്ക് നോക്കാം. ആദ്യം ബംഗാളിന്റെ സ്ഥാപകൻ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേന്ദ്രനാഥ ബാനർജിയാണ്. ആരാണ്? സുരേന്ദ്രനാഥ ബാനർജി. ഈ ബംഗാളി കവികളാണ് കൂടുതലായിട്ടും നമ്മുടെ നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലത്ത് കൂടുതലായിട്ട് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കവികളും ഉണ്ട്, എന്നാൽ ബംഗാളി. അപ്പൊ നമ്മുടെ ബങ്കിം ചന്ദ്ര ചാറ്റർജി, അതുപോലെ രവീന്ദ്രനാഥ് ടാഗോർ, അവരൊക്കെ ബംഗാളി ഇതാണല്ലോ, കവികളായിരുന്നല്ലോ. അപ്പൊ അതാണ് നമ്മൾ ഇതിന്റെ അകത്ത് കണ്ടിട്ടുണ്ട്. അപ്പൊ ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാം കേസരി മറാത്ത. കേസരി നമ്മൾ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഒരു ഷുഗർ ഉള്ള നിങ്ങളുടെ വീട്ടിലുള്ള ഒരാള്, ഷുഗർ ഉള്ള ഒരു വാർദ്ധക്യം ഉള്ള ഒരാള്, അവർക്ക് പെട്ടെന്ന് ഷുഗർ ഡൗൺ ആയി പോവാണ്. അപ്പൊ അവർക്ക് ഷുഗർ ഡൗൺ ആയി പോകുമ്പോൾ അവരെന്തെങ്കിലും സ്വീറ്റ് ഉള്ള സാധനങ്ങൾ, മുട്ടായിയോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളോ പഴമോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കഴിക്കും. മുട്ടായിയൊക്കെ ആയിരിക്കും. ഈ കേസരി എന്ന് പറഞ്ഞ സ്വീറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണല്ലോ, അതായത് ഇച്ചിരി മധുരമുള്ള ഒരു ഐറ്റം ആണല്ലോ. അപ്പൊ ആ കേസരി കഴിക്കും. അപ്പൊ ഈ ബാലഗംഗാധര തിലകൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഒരു ഷുഗർ പേഷ്യന്റ് ആണ്. പുള്ളിക്ക് ഷുഗർ ഡൗൺ ആകുമ്പോഴേക്കും പുള്ളി കേസരി കഴിക്കും. അപ്പൊ കേസരി ഒരു ബോക്സിൽ മാറ്റാതെ വെച്ചിട്ടുണ്ട്. അപ്പൊ കേസരി മാറ്റാത്ത ബാലഗംഗാധര തിലകൻ എന്ന് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ കിട്ടും. കേസരി മറാത്ത ബാലഗംഗാധര തിലകൻ അവിടെ കിട്ടിക്കോളും. കേസരി കയ്യിൽ നിന്ന് മാറ്റാത്ത ബാലഗംഗാധര തിലകൻ. അപ്പൊ കേസരി മറാത്തയും ആരുടെ പത്രങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാലഗംഗാധര തിലകൻ. അതവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് ഷോം പ്രകാശ്. ഇത് എല്ലാവരും പറഞ്ഞു കേൾക്കുന്നതാണ്, വലിയ വലിയ ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു കേൾക്കുന്ന ഒരു കോഡാണ്. ഇത് എന്റെ കോഡല്ല, ബാക്കിയുള്ളതൊക്കെ നമ്മുടെ തന്നെയാണ്. ഇത് ഷോം പ്രകാശ് എന്നുള്ള കോഡ് പൊതുവേ നമ്മൾ പറഞ്ഞു കേൾക്കുന്നതാണ്. ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ്. അതായത് നമ്മൾ ഈശ്വരനോടൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കൂടുതലും ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു പ്രകാശം ലഭിക്കുന്നത് അത് ഏത് മതത്തിൽപ്പെട്ടവർക്കായിക്കോട്ടെ നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കുമ്പോഴാണ്. അപ്പൊ ഈശ്വരനോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും, ഒരു പ്രകാശം കിട്ടും. അതാണ് ഈ ഷോം പ്രകാശ്. അപ്പൊ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ഷോം പ്രകാശ്, അങ്ങനെ വെച്ചാൽ ഈശ്വരനോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു പ്രകാശം കിട്ടും. ഷോം പ്രകാശ് അതിന്റെ സ്ഥാപകൻ, അതായത് ഷോം പ്രകാശിന്റെ സ്ഥാപകൻ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അപ്പൊ അതോടെ സെറ്റായി. ഇനി അടുത്തത് നമ്മൾ യങ് ഇന്ത്യ ഹരിജൻ. ഇത് ആരുടെ പത്രങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ പത്രങ്ങളാണ്. യങ് ഇന്ത്യ ഹരിജൻ. ഹരിജൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഗാന്ധിജിന്റെ തന്നെ വരണം. അത് അത്യാവശ്യം പ്രോ ആയിട്ടുള്ളവർക്ക് അങ്ങനെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ വായിച്ച് മനസ്സിൽ കയറി ഉണ്ടാവും. യങ് ഇന്ത്യ ഹരിജൻ, പിന്നെ നവജീവൻ, അങ്ങനെ കുറെ ഉണ്ട് ഗാന്ധിജിന്റെ പത്രങ്ങൾ. അപ്പൊ അങ്ങനെ ഈ ഹരിജൻ എന്നുള്ള പത്രം കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എഴുതിക്കോളാം ഗാന്ധിജിന്റെ പത്രമാണ് അത്. പിന്നെ യങ് ഇന്ത്യ ആയിരിക്കും എല്ലാവർക്കും ഒരു പ്രശ്നം. അത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം. എല്ലാം കോഡ് വെച്ച് പഠിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് യങ് ഇന്ത്യ ഗാന്ധിജിയാണ് അങ്ങ് പഠിച്ചു വെച്ചേക്കാം. ഹരിജൻ നിങ്ങൾക്ക് കിട്ടും, എല്ലാവർക്കും തന്നെ കിട്ടും. ഇനി അടുത്തത് ബംഗാൾ ഗസറ്റ്. ഒരു ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബംഗാൾ ഗസറ്റിന്റെ ഒരു എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ബംഗാൾ ഗസറ്റ്
ഏത് ഭാഷയിലാണ് അച്ചടിക്കുന്നത്, ഏത് ഭാഷയിൽ അച്ചടിക്കുന്ന പത്രമാണ് ബംഗാൾ ഗസ്റ്റ് എന്ന്. അതിന്റെ ഫോട്ടോ കിട്ടുവാണെങ്കിൽ ഞാൻ ഇവിടെ ഇട്ടേക്കാം. ബംഗാൾ ഗസ്റ്റ് ഇംഗ്ലീഷ് ഭാഷയിൽ അച്ചടിക്കുന്ന ഒരു പത്രമാണ്. ഏത് ഭാഷയിലാണ്? ഇംഗ്ലീഷ് ഭാഷയിൽ അച്ചടിക്കുന്ന ഒരു പത്രമാണ് ബംഗാൾ ഗസ്റ്റ്. ഇംഗ്ലീഷ് ഭാഷയിൽ അച്ചടിക്കുന്ന ഒരു പത്രമാണ്. അപ്പൊ ഈ ബംഗാൾ ഗസ്റ്റിന്റെ സ്ഥാപകൻ ആരെന്ന് വെച്ചാൽ ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. ആരാണ്? ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ് ബംഗാൾ ഗസ്റ്റിന്റെ സ്ഥാപകൻ, ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. ഓക്കെ, ഇനി അടുത്തതിലേക്ക് നമുക്ക് പോവാം. ബോംബെ സമാചാർ. ഈ ബോംബെ സമാചാറും അത്യാവശ്യം ഒരു തുടക്കക്കാരൻ എന്ന നിലയ്ക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് കിട്ടാൻ നല്ല പാടാണ്. കാരണം ബോംബെ സമാചാർ എന്താണ്? ബോംബെ സമാചാർ ഓപ്ഷനിൽ കുറെ അങ്ങനെ തരും. അങ്ങനത്തെ നമ്മളെ കൺഫ്യൂസിങ് സ്റ്റേറ്റുള്ള സുരേന്ദ്ര ബാനർജിന്നോ അങ്ങനത്തെ ഇങ്ങനെ പല പല ഇത് തരും. അപ്പൊ ബലങ്കോ അപ്പൊ ബോംബെ സമാചാർ എന്ത് ബോംബെ സമാചാർ എന്ന് നമുക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ ആവും. ഭയങ്കര എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ കുറച്ച് ടെൻഷൻ കൂടെ ഉണ്ടല്ലോ, നമുക്ക് ഭയങ്കര ടെൻഷൻ ആവും. അപ്പോ ഇത് പഠിച്ചു വെച്ചേക്കാം, കാണാപ്പാടം പഠിച്ചു വെക്കുമ്പോൾ പിന്നെ കോഡൊന്നും വെച്ച് പഠിക്കണമെന്ന് ഞാൻ പറയില്ല, കാണാപ്പാടം പഠിച്ചേക്കാം. ഇപ്പൊ യങ് ഇന്ത്യന്റെ കേസ് പറഞ്ഞാല് ഹരിജൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടും, പക്ഷെ യങ് ഇന്ത്യ കിട്ടിയില്ലെങ്കിൽ പോയില്ലേ. അപ്പൊ അതുപോലെ തന്നെ ഒരു മാർക്ക് കളയാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ബോംബെ സമാചാർ. ബോംബെ സമാചാർ അതിന്റെ സ്ഥാപകനായിരുന്നു വെച്ചാൽ ഫർദൂർജി മാസ്ബാൻ. അത് ബോംബെ സമാചാർ വേണേ ഒരു കോഡ് പോലെ പറഞ്ഞുതരാം. ബോംബെ സമാചാർ, സമാചാർ എന്ന് വെച്ചാൽ ഒരു പത്രം അല്ലെങ്കിൽ ഒരു വാർത്ത എന്നുള്ള ലെവലിലാണല്ലോ. അപ്പൊ ബോംബെയിൽ വാർത്ത കൊണ്ടുവരുന്ന ആളുടെ പേരാണ്, വാർത്ത കൊടുക്കുന്ന ആളുടെ പേരാണ് ആരാണ്? ഫർദൂർജി മാസ്ബാൻ. ആരാണ്? ഫർദൂർജി മാസ്ബാൻ. ബോംബെയിലൊക്കെ വാർത്ത നമ്മുടെ വീട്ടിലൊക്കെ പത്രം എത്തിക്കുന്ന ആളില്ലേ, അതുപോലെ വാർത്ത ഏജൻസിയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾക്ക് അത്ര ഒരു ടൈറ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചേക്കാം. അങ്ങനെയാണ് ബോംബെ സമാചാർ, ഫർദൂർജി മാസ്ബാൻ. ബോംബെയിൽ വാർത്ത എത്തിക്കുന്ന ആളാണ് ഫർദൂർജി മാസ്ബാൻ. ഓക്കെ, ഇനി നമ്മുടെ ഒരു കേരളത്തിന്റെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് പത്ര പ്രവർത്തന ചരിത്രത്തിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്, സംഭവം രണ്ട് പത്രങ്ങൾ, അതായത് രാജ്യസമാചാരവും പശ്ചിമോദയവും. ഇതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ട്, ആ കണ്ടിന്യൂഷൻ നമുക്ക് എടുക്കാം. രാജ്യസമാചാരം നമുക്ക് ആദ്യം നോക്കാം. ആദ്യം നമുക്ക് ഇതിന്റെ ആ ഒരു ബേസിൽ ഇങ്ങനെ വന്നു പോവാം. രാജ്യസമാചാരം നമുക്ക് നോക്കാം. രാജ്യസമാചാരം നമ്മുടെ ഹെർമൻ ഗുണ്ടട്ടിന്റെ സ്ഥാപിച്ച പത്രമാണ്. ഹെർമൻ ഗുണ്ടട്ട് സ്ഥാപിച്ച പത്രമാണ് ഏത്? രാജ്യസമാചാരം. അപ്പൊ ഏത് ഓർത്ത് വെക്കണം? രാജ്യസമാചാരം 1847 സ്ഥാപിതമായത്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റഡ് എന്ന് പറഞ്ഞാൽ അത്ര റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇൻഡെപ്ത് ആയിട്ട് പോകുന്നവർക്ക് ഇത് നോക്കുള്ളൂ. അപ്പൊ അത് നമ്മുടെ ഇത് നോക്കി പഠിച്ചേക്കാം. ഈ ക്ലാസ് കാണുന്നവർക്ക് ആ മാർക്ക് ലോസ് ആവരുത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത പത്രമാണ് പശ്ചിമോദയം. പശ്ചിമോദയവും ഹെർമൻ ഗുണ്ടട്ടിന്റെ തന്നെയാണ്. വർഷ സെയിം ആണ്, 1847. പശ്ചിമോദയം ആരുടെ പത്രമാണ്? ഹെർമൻ ഗുണ്ടട്ടിന്റെ. നമുക്ക് ഇനി അടുത്ത സെറ്റ് പത്രങ്ങളിലേക്ക് പോവാം. അടുത്ത സെറ്റ് നമ്മളിപ്പോ നോക്കി, രാജ്യസമാചാരം നോക്കി, പശ്ചിമോദയം നോക്കി. അത് നമ്മൾ പറഞ്ഞു അത് ഒരു സെറ്റാണ്, അത് ഒരാൾ തന്നെ സ്ഥാപിച്ച പത്രങ്ങളാണ്, ഹെർമൻ ഗുണ്ടട്ടാണ്. ഇനി നമുക്ക് ജ്ഞാനനിക്ഷേപത്തിലേക്ക് പോകാം. ജ്ഞാനനിക്ഷേപം ഇമ്പോർട്ടന്റ് ആണ്, അത് ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് നമുക്കൊരു ടിക്കറ്റ് വെക്കാം ഇവിടെ. അപ്പൊ ജ്ഞാനനിക്ഷേപം സ്ഥാപിച്ച ആരാണെന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പൊ പറഞ്ഞോണം ആരാണ്? ബെഞ്ചമിൻ ബെയ്ലി. ആരാണ്? ബെഞ്ചമിൻ ബെയ്ലി. മാറിപ്പോരുത്. രാജ്യസമാചാരം പശ്ചിമോദയം ഹെർമൻ ഗുണ്ടട്ടും, ജ്ഞാനനിക്ഷേപം ബെഞ്ചമിൻ ബെയ്ലിയാണ്. മാറിപ്പോരുത് കേട്ടോ. ഇനി അടുത്തതാണ് സമ്പാദ് കൗമുദി. സമ്പാദ് കൗമുദി സ്ഥാപിച്ച ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാറാം മോഹൻ റോയ് ആണ്. ആരാണ്? രാജാറാം മോഹൻ റോയ്. ഓക്കെ, സമ്പാദ് കൗമുദി മാത്രമല്ല മിറാത്തുൽ അക്ബറും ആരുടെ പത്രമാണ്? രാജാറാം മോഹൻ റോയിന്റെ ആണ്. ഓക്കെ, ആരുടെയാണ്? രാജാറാം മോഹൻ റോയിന്റെ. ഓക്കെ, ഇനി അടുത്തത് നാഷണൽ ഹെറാൾഡ്. ഈ നാഷണൽ ഹെറാൾഡ് എന്ന് പറഞ്ഞ പത്രം നമ്മൾ ഗാന്ധിജിന്റെ പത്രം നോക്കിയായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ പത്രം നോക്കാതെ ഈ ഒരു സെറ്റപ്പ് അല്ലെങ്കിൽ ഈ ഒരു രണ്ട് സ്ലൈഡ് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല. അപ്പൊ നാഷണൽ ഹെറാൾഡ് നമ്മൾ നോക്കണം. ആരുടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണാപ്പാടം പഠിച്ചേക്കാം. നമ്മൾ നാഷണൽ വേറെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് കൺഫ്യൂഷൻ ആക്കണ്ട. അപ്പൊ നാഷണൽ ഹെറാൾഡ് നമ്മളെ ജവഹർലാൽ നെഹ്റു എന്ന് അങ്ങ് പഠിച്ചേക്കാം. നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റു. അത്രത്തോളം ഹിസ്റ്ററിയിലൊക്കെ പ്രാധാന്യമുള്ള ഒരു പത്രമാണ് നാഷണൽ ഹെറാൾഡ്. അത് നിങ്ങൾ ആ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാം. ഓക്കെ, ഇനി മൂക്ക് നായ്ക്കും അതുപോലെ തന്നെ, അതായത് ഡോക്ടർ BR അംബേദ്കറിന്റെ ആണ് മൂക്ക് നായ്ക്ക് എന്ന് പറഞ്ഞ പത്രം. അപ്പൊ BR അംബേദ്കർ നമ്മുടെ ഭരണഘടനയുടെ ആരാണ്? ഭരണഘടനയുടെ അത്രയും ഒരു അത്രയും ഒരു മെയിൻ ആയിട്ടുള്ള വ്യക്തിയാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് കൊണ്ടുവന്ന വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം BR അംബേദ്കറിന്റെ ഒരു പത്രവും അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവിന്റെ പത്രവും ഗാന്ധിജിന്റെ പത്രങ്ങളൊക്കെ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു ഹിസ്റ്റോറിയൻ ആണ് ഒരു ക്വസ്റ്റ്യൻ ഇടുന്നെങ്കിൽ, ഹിസ്റ്ററി ആയിട്ട് നല്ല ആഴമായിട്ടുള്ള ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ക്വസ്റ്റ്യൻ ഇടുന്നെങ്കിൽ ഈ 3 പത്രങ്ങൾ ഷുവറാണ്. നാഷണൽ ഹെറാൾഡ്, മൂക്ക് നായ്ക്ക്, പിന്നെ ഗാന്ധിജിന്റെ ഹരിജൻ, യങ് ഇന്ത്യ എന്നൊക്കെ ഉള്ള പത്രങ്ങൾ. അപ്പം അതങ്ങനെ ഓർത്ത്, ഹരിജനും യങ് ഇന്ത്യയും നിങ്ങൾ മറക്കരുത്. യങ് ഇന്ത്യ എന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത്. ഞാൻ പറയാം, അടുത്തൊരു പത്രം വരുമ്പോൾ ആ കൺഫ്യൂഷന്റെ കേസ് നമുക്ക് സോൾവ് ആക്കാം. ഓക്കെ, അപ്പം മൂക്ക് നായ്ക്ക് ഡോക്ടർ BR അംബേദ്കർ, അതവിടെ സെറ്റ്. ഇനി അടുത്തത് നമ്മൾ എല്ലാവരുടെയും വീട്ടിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നത് അങ്ങനെയാണ്. എല്ലാവരും വീട്ടിൽ എന്ന് പറയാൻ പറ്റില്ല, കൂടുതലായിട്ടും ഒരു 80% ഈ മലയാള മനോരമ എന്ന് പറയുന്ന പത്രമാണ് കാണുന്നത്. ഈ മലയാള മനോരമയുടെ സ്ഥാപകൻ ആരാണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. മലയാള മനോരമയുടെ സ്ഥാപകൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ്. ഇപ്പൊ അതിന്റെ ഇതൊക്കെ മാറിയിട്ടുണ്ട്, പക്ഷെ സ്ഥാപകനാണല്ലോ നമുക്ക് ബേസ്. സ്ഥാപിച്ചു വന്ന് പിന്നെ അതിന്റെ അവകാശം കൈമാറി അങ്ങനെയൊക്കെ വരാറുണ്ടല്ലോ, പക്ഷെ സ്ഥാപിച്ചതാണ്
അതിന്റെ ബേസ്. അതാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ്. ആരാണ്? കണ്ടത്തിൽ വർഗീസ് മാപ്പിള. ഇനി ഞാൻ ആ പറഞ്ഞ കൺഫ്യൂസിങ് ഫാക്ടിന്റെ ആ ഒരു സംഭവം പറഞ്ഞുതരാം. അതായത് ഗാന്ധിജിന്റെ യങ് ഇന്ത്യയും മാറിപ്പോകുന്ന എവിടെയാണ്, ആ യങ് ഇന്ത്യ കൊണ്ടുപോയി തെറ്റിക്കുന്ന സംഭവം എവിടെയാണെന്ന് പറഞ്ഞുതരാം. ഇവിടെ ആനി ബസന്റിന് 2 പത്രങ്ങളുണ്ട്. ആനി ബസന്റിന് 2 പത്രങ്ങളാണ്. ഒന്ന് ന്യൂ ഇന്ത്യ, 2 കോമൺവെൽത്ത്. ഗാന്ധിജിന്റെ പത്രത്തിന്റെ പേരെന്താ? യങ് ഇന്ത്യ. ആനി ബസന്റിന്റെ പത്രത്തിന്റെ പേര് ന്യൂ ഇന്ത്യ. കണ്ടോ, ആ ചെറിയൊരു വ്യത്യാസമുള്ളൂ. ആ യങ്ങും ന്യൂവും കട്ട് ചെയ്താൽ അവിടെ ആ ഒരു സംഭവം വ്യത്യാസമായി. പിന്നെ പഠിച്ച് നല്ല പിന്നെ റിപ്പീറ്റ് ചെയ്ത് എഴുതിയും വായിച്ചും പഠിച്ചവർക്ക് മാറിപ്പോകാൻ ചാൻസ് ഇല്ല. പക്ഷെ ചെറുതായിട്ട് ഒരു 3 മാസമൊക്കെ പഠിച്ച് അല്ലെങ്കിൽ 4 മാസം പഠിച്ചവർക്ക് അത് മാറിപ്പോകും. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു കോഡൊക്കെ വെച്ച് ഇത് പഠിച്ചേക്കാം. ഞാനിങ്ങനെ ഓർക്കുന്നതെന്ന് പറഞ്ഞാൽ ന്യൂ ഇന്ത്യ എന്ന് പറഞ്ഞാൽ പുതിയ ഇന്ത്യയില്ലേ, പുതിയ ഇന്ത്യ. ന്യൂ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതിന് മലയാളത്തിലേക്ക് നമ്മൾ തർജ്ജമ ചെയ്യുമ്പോൾ പുതിയ ഇന്ത്യ എന്നാണ്. അപ്പൊ പുതിയ ഇന്ത്യയിലേക്കുള്ള ഒരു വീല് കറക്കിയ ഒരു വ്യക്തിയാണ് ആരാണ്? അനി ബസന്റ്. ഇങ്ങനെ ഓർത്ത് വെച്ചേക്കാം. അങ്ങനെയാണെന്നല്ല, നമുക്കത് എന്താണ് ഒരു കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ കുറച്ചുകൂടി നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ന്യൂ ഇന്ത്യയിലേക്ക്, പുതിയ ഇന്ത്യയിലേക്ക് വീല് കറക്കിയത്, വണ്ടീന്റെ ഡ്രൈവിംഗ് വീലില്ലേ, സ്റ്റിയറിംഗ് വീല്, അത് കറക്കിയ ആളാണ് ആരാണ്? അനി ബസന്റ്. അങ്ങനെ ഓർത്ത് വെച്ചേക്കാം. അപ്പൊ നമ്മൾ 10 കൂടുതൽ പത്രങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ നോക്കേണ്ട ഒരു പത്രം കൂടെ ഞാൻ പറയാം, ഒരു ഇമ്പോർട്ടന്റ് ഒരു ടിപ്പ് പോലെ, അല്ലെങ്കിൽ ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ എന്നുള്ള ലെവലിൽ എപ്പോഴും കാണാറുണ്ട് ആൾക്കാർക്ക് തെറ്റുന്നത്. ഈ സ്വദേശാഭിമാനി എന്ന് പറഞ്ഞ പത്രമുണ്ട്. അപ്പൊ സ്വദേശാഭിമാനി എന്ന് പറഞ്ഞ പത്രത്തിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഓപ്ഷനിൽ വരുന്നതാണ് സ്വദേശാഭിമാനി. അപ്പോൾ ഓപ്ഷനിൽ ഉണ്ടാവും ഓപ്ഷൻ എ രാമകൃഷ്ണപിള്ള. രാമകൃഷ്ണപിള്ള എന്ന് പറഞ്ഞ ഓപ്ഷനിൽ എല്ലാവരും തന്നെ വീഴും. കാരണം ഇത് സ്വദേശാഭിമാനി, അത് ചേർത്ത് വെക്കുമ്പോൾ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അപ്പോൾ അത് സ്ഥാപിച്ച ആൾ രാമകൃഷ്ണപിള്ളയായി എഴുതി തിരിച്ചു പോന്നു. അപ്പോൾ വീട്ടിൽ നോക്കുമ്പോൾ തെറ്റി. അപ്പം അതല്ല, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അല്ല. രാമകൃഷ്ണപിള്ളനെ മാറ്റി വെച്ചിട്ട് നമ്മൾ ചിന്തിക്കുക, വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി എന്ന പത്രത്തിന്റെ സ്ഥാപകൻ. അതൊരു പ്രോ ടിപ്പാണ്, നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നതാണ്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഉഷാറുള്ള വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ പിന്നെ ഇവിടെ വലതുവശത്ത് ഇടതുവശത്തൊക്കെ ആയിട്ട് ഒരു ബെൽ ബട്ടൺ ഉണ്ടാവും. ആ ബെൽ ബട്ടൺ അങ്ങ് അടിച്ചു പൊളിച്ചേക്കാം. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മളിങ്ങനെ ചെറിയ ടോപ്പിക്കുകൾ, ഇപ്പം മലബാർ കലാപം, അല്ലെങ്കിൽ ആറ്റിങ്ങൽ കലാപം, അഞ്ചുതെങ്ങ് കലാപം, അങ്ങനെ ചെറിയ ടോപ്പിക്കുകൾ, കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ, പിന്നെ ബയോളജിയിലെ ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, മസ്തിഷ്കം, പിന്നെ ജ്ഞാനേന്ദ്രിയങ്ങൾ, അതൊക്കെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം ലൈക്ക് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു, സബ്സ്ക്രൈബ് ചെയ്യുന്നു, അതിനനുസരിച്ചായിരിക്കും നമ്മൾ വീഡിയോസ് വരുന്നത്. ഒരാഴ്ചയിൽ ഒരു 3 വീഡിയോ ഇടണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നിങ്ങളുടെ സപ്പോർട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ, അതിനനുസരിച്ച് നമുക്ക് ഇടാം. അപ്പൊ ശരി, നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.